ഹലോ ആൻഡ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്, അല്ലെങ്കിൽ ഹൗ ഐ ലേൺഡ് ഡ്രൈവിംഗ്, ആ ഒരു ജേണി കാണിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചത്. അടിപൊളി ഡ്രൈവിംഗ് സ്കൂളായിരുന്നു എനിക്ക്. ഞങ്ങൾക്ക് കിട്ടിയ ആശാനും അടിപൊളിയായിരുന്നു. നന്നായിട്ടായിരുന്നു പഠിപ്പിക്കണേ. അത് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. പ്രാക്ടിക്കലായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നേരെ പോകുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൈ വിടാം. നമ്മൾ ആ പിടിച്ചോട് തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണ്ട, നമ്മൾ കൈ സ്റ്റിയറിംഗ് ഓടണം. ഇപ്പോൾ വണ്ടി നേരെയല്ലേ പോണേ, അത് കൈ സ്റ്റിയറിംഗ് എടുക്കാം. ചുമ്മാ കൈ വെച്ചോണ്ടിരുന്നാൽ മതി. സ്റ്റിയറിംഗിൽ ഉണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് ആ വളവ് കിടക്കണമുണ്ടോ അങ്ങോട്ട്, അല്ലേ? അതിനെ അങ്ങോട്ട് ഇറക്കി പിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കറക്കി എടുക്കാനുള്ള ഉണ്ടോ? ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. ഉണ്ടോ? ഇനി ഇവിടെ നേരെയാണ് വേണ്ടി പോണേ. ഇതുണ്ടോ? ആ വളവ് അത്രയും വലിയ വളവാണ്. പരമാവധി കൈ താഴെ ഇറക്കി ഉണ്ടോ? ഇത് ബ്രേക്കേ കാല് വെച്ച് തിരിഞ്ഞു വന്നോളൂ. ആ ഒരു കൈ കൊണ്ട് തിരിയട്ടെ അങ്ങോട്ട് ഉണ്ടോ? അതുപോലെ അങ്ങ് നേരെയാക്കി കൊടുക്കും. എന്നിട്ട് കൈ വിട്ടിട്ട് ഇവിടെ പിടിച്ച് ഇവിടെ മറ്റേ കൈ പിടി. ആ തിരിക്കുന്നുണ്ട്. അങ്ങനെ കൈ മാറ്റി മാറ്റി പിടിച്ചാൽ മതി. അപ്പോൾ വണ്ടി ഓടി മുമ്പോട്ട് കയറണം. നമ്മുടെ വലത്തെ കാലയിലാണ് വണ്ടി മുമ്പോട്ട് കയറണോ വേണ്ടെന്ന് തീരുമാനിക്കണേ. ഇപ്പോൾ വണ്ടി സ്പീഡ് കയറി പോവുകയാണെങ്കിലേ വലത്തെ കാല് പയ്യാൻ കഴിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്ന് വരും. ആശ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തിയററ്റിക്കലി തന്നിട്ട് അത് പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഹാഫ് ക്ലച്ചൊക്കെ ഞങ്ങളിങ്ങനെ കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടായിരുന്നു ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത്. എനിക്ക് പേഴ്സണലി എനിക്ക് കാർ ഓടിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ 2 വീലർ പ്രീ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സൈക്കിൾ ബാലൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രഗിൾ ചെയ്തായിരുന്നു പഠിച്ചത്. ഈ ഗ്രൗണ്ടിലൂടെയൊക്കെ തുഴഞ്ഞു പോകുമെന്ന് അറിയില്ലേ, ആ ഒരു സ്റ്റേജിൽ നിന്ന് എട്ടെടുക്കാനായിരുന്നു പഠിച്ചത്. അത് അത്യാവശ്യം ടഫായിരുന്നു. ഗ്രൗണ്ടിലൂടെ ഒരു 2 ദിവസം ഇങ്ങനെ നടന്നിട്ടാണ് കാല് കുത്താണ്ട് ഓടിക്കാൻ പഠിച്ചത്. അങ്ങനെ ഓരോ ഫേസിൽ നിന്നാണ് എട്ടെടുക്കാനും പഠിച്ചത്. എനിക്ക് പേഴ്സണലി കമ്പയർ ടു കാറ് സ്കൂട്ടി ആയിരുന്നു പാട്. പക്ഷെ എല്ലാവർക്കും നേരെ തിരിച്ചാണ് ഞാൻ കേട്ടേക്കണേ. എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല, എനിക്ക് ടഫായിരുന്നു ഈ എട്ടെടുക്കാൻ അല്ലെങ്കിൽ സ്കൂട്ടി എടുക്കാൻ. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 വീലറും 4 വീലറും കിട്ടി. എനിക്കത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് തോന്നിയൊരു സമയമായിരുന്നു. എൻ്റെ ഒരു വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ പതുക്കെ കാർ എടുത്തു. പിന്നെ സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു. സ്കൂട്ടി ഓടിക്കാൻ രണ്ടാമത് ഞങ്ങൾ ആക്റ്റീവയും കൊണ്ട് ഗ്രൗണ്ടിൽ പോയി. ഒന്നുകൂടെയും മറ്റേ MIT പഠിച്ച പോലെ തന്നെ ഗ്രൗണ്ടിൽ കൂടെ ഒന്നുകൂടെയും പോയിട്ടാണ് പിന്നെ രണ്ടാമത് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ ശരിക്കും പഠിച്ചത്. പക്ഷെ കാർ അങ്ങനെ ആയിരുന്നില്ല. കാറ് ഞാൻ ലൈസൻസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ജസ്റ്റ് ചേട്ടൻ്റെ കൂടെയും അച്ചാച്ചൻ്റെ കൂടെയൊക്കെ പോയി. അത്യാവശ്യം കാർ ഓടിക്കാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ സ്കൂട്ടിയുടെ ഞാൻ പറഞ്ഞല്ലോ, ബാലൻസ് എനിക്ക് ഇച്ചിരി വിഷയമായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഈ ഡ്രൈവിംഗ് ഓടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയൊരു ഫീൽ ഉണ്ടാവും. കൂടുതലും നമ്മൾ മോസ്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് കൊണ്ടേയാക്കോ, ആ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു സീൻ നമുക്ക് ഒഴിവാക്കാം ഡ്രൈവിംഗ് ഓടിച്ച് കഴിഞ്ഞാൽ. ഞാൻ പേഴ്സണലി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ ലൈസൻസ് എടുക്കണം, ഡ്രൈവിംഗ് ഓടിക്കണം. കാരണം അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം അത് വേറെ തന്നെ ഒരു ഫ്രീഡമാണ്. പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്കാണെങ്കിൽ തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് അവരെ കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിക്ക് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ
ഭയങ്കര യൂസ്ഫുള്ളാണ് ഡ്രൈവിംഗ് എന്ന്. അത് ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു വലിയ കാര്യമായിരുന്നു. ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയും കൂട്ടിയിട്ടാണ് ലൈസൻസ് എടുത്തത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈസൻസൊക്കെ കിട്ടി. ഞാനിപ്പോഴും താങ്ക്ഫുള്ളായിട്ടിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആശാനായിരുന്നു. ആശാൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാർ അല്ലെങ്കിൽ സ്കൂട്ടി ഓടിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ആശാൻ. കാരണം ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി തന്ന ഓരോ അഡ്വൈസാണ് നമ്മൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അത്യാവശ്യം ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ആശാൻ്റെ കഴിവ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഭയങ്കര നന്നായിട്ട് വണ്ടി ഓടിക്കും എന്നൊന്നല്ല, പക്ഷേ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ലൈസൻസ് എടുക്കണമെങ്കിൽ പ്ലീസ് ഡു ലൈസൻസ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാലിൽ നിൽക്കാൻ പറ്റും. ആൻഡ് ആ ഒരു ജേണി, അതായത് ആ ഒരു ഡ്രൈവിംഗ് ജേണി എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും തന്നെ നമുക്ക് വണ്ടി എടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഒന്നും അതെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ള വീഡിയോ. Thank you for watching and see you on the next video.